ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്താണ് വീട്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അഖിൽ NRDയുടെ ഭാര്യ പോയിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അഖിൽ NRDയുടെ ഭാര്യ അവിടെ പോയി, ഒളിച്ചോടി പോയി. ആരുടെ കൂടെ പോയി? ഒരു ബസ് ജീവനക്കാരൻ്റെ കൂടെ. അപ്പോൾ അത് ശരിക്കും ഈ പറഞ്ഞു കേട്ടിട്ടുള്ള ഒളിച്ചോടി എന്ന്, പക്ഷെ ശരിക്കും ഓടിയ കാര്യം ആ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോഴാണ് മനസ്സിലായി. ഒന്ന് പ്ലേ ചെയ്യാം. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല അഖിൽ നീരദിന്റെ ഭാര്യ ഇങ്ങനെ ഒരാളുടെ കൂടെ ഒളിച്ചോടുന്നുള്ള കാര്യം. കാരണം സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കൊച്ചിനെ. വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നല്ല ഇഷ്ടമായിരുന്നു. അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പം ഈ രീതിയിലൊരു ബസ് ജീവനക്കാരന്റെ കൂടെ, ബസ് ജീവനക്കാരെ ഞങ്ങൾ കുറ്റം പറയുന്നതല്ല, മോശം ജോലിയോ ഒന്നുമല്ല, പക്ഷേ ഇത്രയും സൗകര്യങ്ങളും അല്ലെങ്കിൽ ഇത്രയും ആർഭാടകരമായിട്ടുള്ള ഒരു ജീവിതം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയത് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, എന്താണ് ഇങ്ങനെ പോയത് സത്യമാണോ എന്നുള്ള കാര്യം. അപ്പൊ സത്യമാണോ അല്ലയോ എന്നുള്ളത് നമുക്കിപ്പോ ഇവിടെ ഒരു മെസ്സേജ് വായിക്കാം. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സത്യമാണോ അല്ലയോ എന്നുള്ളത്. സത്യമാണ്. സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അവർ പന്തളം പുഴിക്കാട് സ്വദേശി ആണ്. ബസ് ഡ്രൈവർ അനൂപ് എന്ന ആളുടെ കൂടെയാണ് ഈ കുട്ടി പോയിട്ടുള്ളത്. ഓക്കെ, 2 കൂട്ടരെയും നൂറനാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നത് അവന് വേറെ ഗേൾസുമായിട്ട് അഫെയർ ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് അവനോട് ഒട്ടും പറ്റില്ല, അതുകൊണ്ടാണ് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞത്. ഇങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടി കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഒളിച്ചോടി പോയോ ഓടിയ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, അപ്പം ഇതിപ്പം വിശ്വസിക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് ഈ ഒളിച്ചോടിയതിന്റെ CCTV ദൃശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. കുട്ടിയാണെങ്കിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലുള്ളതാണ്. കാരണം അമ്മ ടീച്ചറും അച്ഛൻ വക്കീലുമാണ്. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ശരിക്കും വിദ്യാഭ്യാസം ഉള്ള കുട്ടികളാണ് ഇമാതിരിയുള്ള പണിയൊക്കെ കാണിക്കുന്നത്. അവർക്ക് ശരിക്കും ചിന്തിക്കാൻ അറിയാൻ പാടില്ല എന്തോ. നമ്മൾ ഈ ചെയ്യണ തെറ്റാണ്. നമ്മളെ പാരൻസിനെയും വീട്ടുകാരെ ബന്ധുക്കളെ എല്ലാം വിഷമിപ്പിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യണേന്നുള്ളത്. ഇപ്പം ഈ കുട്ടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് വേറെ റിലേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഈ കുട്ടി പോയത്. പക്ഷെ അതിൽ എന്ത് ലോജിക്കാണ് ഉള്ളത്? ഇപ്പം ഒരു നല്ല പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിന് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വേറെ സ്ത്രീകളുമായിട്ട് ഉണ്ടെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി ഒരുമിച്ച് ജീവിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞ് ഒന്നെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പോവുക. അല്ലാതെ ഭർത്താവിനെ ഇരുത്തിക്കൊണ്ട് എങ്ങനെയാണ് വേറൊരാളുടെ കൂടെ ഇറങ്ങി പോകാനായിട്ട് സാധിക്കുന്നത്? അപ്പൊ ആ ഒരു കാര്യം നമുക്ക് എന്തായാലും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ ഇവര് കല്യാണമൊക്കെ നല്ല രീതിക്ക് നല്ല ആഡംബരമായിട്ടൊക്കെ ചെയ്തതാണ്. ഇവര് എന്തോന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് കാറൊക്കെയാണ് ഗിഫ്റ്റ് ആയിട്ടുള്ള കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ പറയുന്നത് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ട് ഇറങ്ങി പോകണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ എന്ത് കാരണത്തിന്റെ പേരിലായാലും ഇപ്പൊ ലൈഫ് നമുക്കിപ്പം എല്ലാ കാര്യങ്ങളും വേണം. ഒരു കുടുംബ ജീവിതം ആകുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും വേണം. പക്ഷെ അത് ഇങ്ങനെ വേറൊരാളുടെ കൂടെ ഇറങ്ങി പോകാതെ നമ്മൾ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാരുമായി നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് തുറന്ന് പറയാനായിട്ട് പറ്റില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീട്ടുകാരുടെ അടുത്ത് സംസാരിച്ച് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നോക്കുക. അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് ഒരാളെ ഇപ്പൊ നാളെ അയാൾക്ക് അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളുടെ കൂടെ ഇറങ്ങി പോകുമോ? അതാണ് ഇവിടുത്തെ സംശയം എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും ഈ കുട്ടിയാണെങ്കിൽ നല്ല ജീവിതം നയിച്ചുകൊണ്ടിരുന്നതാണ്. നല്ല ആഡംബര ജീവിതവും നല്ല വീടും കാറും അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഒരു കുറവും ഒന്നും കുറവ് വരുത്തിയിട്ടില്ല. ഇപ്പൊ അവന്റെ കരിയറിലെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്താണ് അവൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്ന് നിൽക്കുന്നത്. ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്താണ് വീട്. അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടിട്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയിൽ. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം. അപ്പൊ 2 വീട്ടുകാർക്ക് ഓക്കെ. പിന്നെ അവർ സംസാരിച്ചു. അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാ. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പത്തെ സൈഡിൽ നല്ല സ്മാർട്ട് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കണ്ടതില് മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും.
പോകാന്നുള്ളവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, ആരെ കൂടെ വേണമെങ്കിലും പോകും. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് കുടുംബക്കാരെയും വീട്ടുകാരെയും സ്വന്തം ഭർത്താവിനെ അറിയിച്ചിട്ട് നമുക്ക് ഇതുപോലെ ജീവിക്കാൻ അങ്ങോട്ട് പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഡിവോഴ്സ് ചെയ്ത് നിയമപരമായിട്ടൊരു സമീപനം പാലിച്ചുകൊണ്ട് അല്ലേ, നിയമപരമായിട്ട് നീങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെയുള്ള കിളികളോടെയും പക്ഷികളോടെയും ആരോടെയും വയലിലെ കിളിയെ നോക്കിയാലും ബസ്സിലെ കിളിയെ നോക്കരുത് എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതിന്റെ അർത്ഥവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതാണ്. എന്റെ ഓട്ടോഗ്രാഫിൽ എനിക്ക് ഒരു ഫ്രണ്ട് എഴുതുന്നതാണ്. പക്ഷെ ഒരു കാര്യം, പിന്നെ ഇതിനിടയ്ക്കായിട്ട് കുറെ തംബ്ലൈനൊക്കെ ഉണ്ടേ, കിളിയുടെ കളി അങ്ങനെയൊക്കെയുള്ള സംഭവം. അഖിലിന്റെ കളി കൊള്ളത്തില്ല, കിളിയുടെ കളിയാണ് ഇഷ്ടം. അങ്ങനെയുള്ള കുറെ തംബ്ലൈനൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എന്തായാലും അഖിൽ NRD അഖിലിന്റെ അടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിന്റെ ഈ സമയവും കടന്നു പോകും. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ, നീ അത് നന്നായിട്ട് മികച്ചാക്കാനായിട്ട് നോക്കുക. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. കാരണം പോയതൊക്കെ പോട്ടെ എന്ന് അങ്ങോട്ട് വെക്കുക, പോയത് നന്നായി എന്ന് ചിന്തിക്കുക. നിന്നെ കൊന്നിട്ട് പോയില്ലല്ലോ, എന്തായാലും രക്ഷപ്പെട്ടു. സൈനൈഡോ പിന്നെ അതില് ഒന്നും തന്നില്ലല്ലോ, നിന്നെ കൊന്നിട്ടല്ലല്ലോ പോയത്. നിന്റെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ നീ ദൈവത്തിനോട് നന്ദി പറയുക. ഇതിനേക്കാളും നല്ലൊരു പെൺകൊച്ചിനെ നിനക്ക് കിട്ടും. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, അവരുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും അതിന്റെ അടിയിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും നിനക്കൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. നിന്റെ കാര്യങ്ങളെല്ലാം നീ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. പോയതിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചില്ല, ആവശ്യമില്ല. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. ഉയിര് കൊടുത്ത് സ്നേഹിച്ചാലും നമുക്കത് തിരിച്ചു കിട്ടണമെന്നില്ല. ചങ്ക് പറിച്ച് കാണിച്ചാലും ചെമ്പരത്തി പൂവാണെന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ കാര്യം നോക്കി സെറ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.